ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിന്ന് ഡൽഹിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു, റൂം ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇപ്പം നേരെ ഉത്തരാഖണ്ഡിലേക്ക് പോവാണ്. വണ്ടി സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ലഗേജ് സംഭവങ്ങളൊക്കെ കയറ്റി. ഇനിയിപ്പോൾ സമയം എത്രയായി? 9 മണിയാകാനായി. ഏകദേശം 2 മണിയോടുകൂടി നമ്മൾ ഉത്തരാഖണ്ഡിലെത്തും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടു. ഇതാണ് നമ്മുടെ ഡ്രൈവർ. നാമേ വിജയ്. യു ഫ്രം ഹിമാചൽ. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലുള്ള ഒരു ഡ്രൈവറെയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോന്ന വഴിക്കാണ്. നമ്മള് വരുന്ന വഴിക്ക് പിന്നെ സിഗ്നലിൽ വണ്ടി നിർത്തിയപ്പോഴേ പച്ചക്കൊടിയും പിടിച്ചിട്ട് മറ്റേ ആം ആദ്മി പാർട്ടിന്റെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ പോലീസ് എല്ലാം ഉണ്ട്. അപ്പൊ അവര് പറയണെന്താ വെച്ചാൽ ട്രാഫിക് സിഗ്നലിൽ നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആക്കിയിടണമെന്ന്, അതായത് കാർബണിന്റെ ഉപയോഗം കുറയ്ക്കാൻ. എല്ലാവരും ചേട്ടാ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇവിടെ വന്നിട്ട്. നമ്മളെ നാട്ടിലൊക്കെ ആൾക്കാർ ഇപ്പൊ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും പൊടി പണി നോക്കിക്കോന്ന് പറയും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഇവിടുത്തെ വെച്ച് കഴിഞ്ഞാല് പോലീസ് കൂടി ഉള്ളതുകൊണ്ടായിരിക്കും മേ ബി. എന്തായാലും ആദ്യമായിട്ട് കാണുന്ന സംഭവം ഇതൊക്കെ. നമ്മളങ്ങനെ ഇപ്പൊ UP-യിലെത്തി. ഉത്തർപ്രദേശ് മീററ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഡൽഹിന്ന് നമ്മൾ ഉത്തർപ്രദേശിലൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. പിന്നെ UP-യിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഒരു തനി നാടൻ കാഴ്ചകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചുറ്റിലും മരങ്ങളും, 2 സൈഡിലും റോഡിന്റെ മരങ്ങൾ ഇതൊക്കെ ആയിട്ട്, പിന്നെ അതേപോലെ തന്നെ പാലും ഉണ്ടാകുന്ന ആൾക്കാര്, പിന്നെ റോഡിൽ ചെറിയ ചെറിയ കച്ചവടക്കാര്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വണ്ടികൾ പോലും രജിസ്ട്രേഷൻ ഡൽഹി അല്ലെങ്കിൽ UP, ഇത് രണ്ടും ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ കാണുന്ന ബസ്സുകളൊക്കെ കണ്ടോ, UP-ന്റെ ഇത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെന്നൊന്നും കണ്ടിട്ട്. ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് ബസ് UP ഗവൺമെന്റ്, ഇത് UP ഗവൺമെന്റ് ബസ്സാണ്. ഇപ്പൊ സമയം ഏകദേശം 1:10. നമ്മളിവിടെ ഉത്തരാഖണ്ഡിലെത്തി. ഉത്തരാഖണ്ഡ് ടൗണിലെത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്രൗഡായി. സിഗ്നലും ട്രാഫിക്കും ആസ് നോർമൽ നമ്മുടെ എല്ലാ സ്ഥലത്തും കാണുന്ന പോലത്തെ എന്താ പറയാ സിറ്റിയിലുള്ള ട്രാഫിക് ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഡെറാഡൂണും പിന്നെ അവിടുന്ന് നേരെ മസൂരിയൊക്കെ എനിക്കൊന്ന് അത്യാവശ്യം ഉള്ളിലോട്ടുള്ള ഏരിയ അല്ലേ, കുറച്ച് ഹിൽ ടോപ്പ് അല്ലേ, അവിടത്തേക്ക് ചിലപ്പോൾ ട്രാഫിക് കുറേയായിരിക്കും. നമ്മൾ മസൂരിയിലേക്ക് കയറി വരുന്ന വഴി മുകളിലോട്ട് എത്തുന്നതിനനുസരിച്ച് എന്ത് ഭംഗിയാന്നറിയോ ഈ ടോപ്പിൽ നിന്ന് കാണാൻ. ക്യാമറയിലെ കൂടി എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ എന്താ പറയാ അത്രയും ബ്യൂട്ടിഫുള്ളാ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. നമ്മളങ്ങനെ 6-7 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മള് 6-7 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം മസൂരിയിലെ നമ്മുടെ ഹോട്ടലിലെത്തി. ഞാൻ ജസ്റ്റ് ഒന്ന് ഹോട്ടൽ കാണിച്ചു തരാം. ഇവിടെ ഒരു ഡബിൾ ബെഡ്, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കുളിച്ചേനിടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ലോക്കറ് സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അവര് കോഫി സാധനങ്ങളൊക്കെ അവര് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അതേപോലെ തന്നെ വെള്ളം ചൂടാക്കാനുള്ള ഹീറ്റർ, പിന്നെ ഫ്രിഡ്ജ്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആട്ടോ ഇത്. അന്യായ വ്യൂ ആട്ടോ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു രക്ഷയില്ല. കണ്ടോ, ക്ലൗഡ്സും അതും ഇതൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാല്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ടൂറിസ്റ്റ് അട്രാക്ഷനാണ് നമ്മുടെ ദേവ്ഭൂമി ഉത്തരാഖണ്ഡിലെ മസൂരി എന്ന് പറഞ്ഞ സ്ഥലം. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത്. ശരിക്കും വാലിന്റെയും അതേപോലെ തന്നെ മൗണ്ടെയിൻസിന്റെയും കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ വന്ന് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ബാത്റൂം സെറ്റപ്പ്. സംഭവം അടിപൊളിയാണ് ബാത്റൂം. അതേപോലെ തന്നെ നമുക്കിതേ കുളിക്കാനുള്ള സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ഇവരുടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ നമ്മള് ഹോട്ടലിൽ വന്ന് റൂമൊക്കെ എടുത്ത് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ വൈകുന്നേരം നമ്മൾ ഇറങ്ങിയേക്കാണ് ഇവിടുത്തെ മാൾ റോഡില്. ഇനിയിപ്പം നമ്മൾ നേരെ മസൂരി തന്നെയുള്ള ലാൽ ടിബയിലേക്കാണ് പോകുന്നത്. മസൂരിയിലെ ഏറ്റവും ഹയസ്റ്റ് ഒരു വ്യൂ പോയിന്റാണ് ലാൽ ടിബ. നമ്മളിവിടെ വന്നിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു 50 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിൽ കയറണം.
ജസ്റ്റ് നമുക്ക് ഇതിന് മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് കാണാം. മസൂരിയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ് ഈ ലാൽ ടിബ എന്ന് പറയുന്നത്. ഈ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻറ്റ് ആൻഡ് കോഫി ഷോപ്പിന്റെ ബിൽഡിംഗ് ആണ്. അതിന്റെ ഏറ്റവും ടോപ്പ് പോയിന്റ് ആണിത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൺസെറ്റ് കാണാൻ സാധിക്കുന്നത്. അതിനാണ് നമ്മൾ അവർക്ക് എക്സ്ട്രാ പേ ചെയ്യുന്നത്. ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ കോഫിയോ സ്നാക്കൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 50 രൂപ നമ്മൾ ഈ ടിക്കറ്റ് ചാർജ് കൊടുക്കുന്നില്ലേ, അത് കൊടുക്കേണ്ടി വരില്ല. പിന്നെ ഈ നമ്മൾ കോഫി സ്നാക്കൊക്കെ വാങ്ങിച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് എൻജോയ് ചെയ്യാം. ഈ മസൂരിയിൽ നമ്മൾ ലാൽ ടിബയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം സൺസെറ്റ് ആവാറായി. കറക്റ്റ് ടൈം നമ്മളിവിടെ എത്തലും സൺസെറ്റും ഒരേ സമയത്തായിരുന്നു. എന്തായാലും ആ ഒരു സന്ധ്യ സമയത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഭയങ്കര സൈലൻറ്റ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പ്ലീസ് ടോക്ക് സോഫ്റ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നമ്മൾ 50 ഉറുപ്പിക ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ വേണമെങ്കിൽ ഒരു കഫേയുടെ മുകളിലേക്ക് കയറിയിട്ട് നമ്മൾ സൺസെറ്റ് സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അതൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇനി രാത്രി ഇവിടെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ലാൽ ടിബയിൽ. അതുകൊണ്ട് നമ്മൾ നേരെ മാൾ റോഡിലേക്ക് തന്നെ പോവാന്ന്. സാഫ്രോണും മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ ഇട്ട് മിൽക്കാണിത്. പിന്നെ മഞ്ഞ കളർ സാഫ്രോണിന്റെ ഈ സാധനം ഇവിടെ കുൽഹാദ് മിൽക്ക് എന്ന് പറയും. പാലിൻ്റെ അകത്ത് സാഫ്രോണും പിന്നെ അതേപോലെ തന്നെ നട്ട്സ്, അതായത് ഡ്രൈ ഫ്രൂട്ട്സ്, ആൽമണ്ട് ഒക്കെ ഇട്ടിട്ടുള്ള സംഭവമാണ്. അഞ്ഞാ ടേസ്റ്റ് ആട്ടാ. ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞ് ഇത് 2ാമത്തെ ഗ്ലാസ് ആണ്. കാണിച്ചേട്ടാ, ഒരു ഗ്ലാസ് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഫുഡ് ലവേഴ്സിനും അതേപോലെ തന്നെ നൈറ്റ് ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ മസൂരിയിലെ സ്ഥലം ഉണ്ടല്ലോ പൊളിയാണ്. ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ റോഡിലൊക്കെ ഇരുന്ന് സ്പീക്കറൊക്കെ വെച്ചിട്ട് പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഫാമിലി ആയിട്ടും കപ്പിളായിട്ടും കോളേജ് പിള്ളേരും അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവർക്ക് ആർക്കും പരസ്പരം ഒരു പ്രശ്നമില്ല, ഒരു ഇറിറ്റേഷനും ഇല്ല, ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല. അവരവരുടെ ലൈഫ് അവരങ്ങനെ എൻജോയ് ചെയ്യട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇതേപോലെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ കേരളത്തിലാണെങ്കിൽ എന്തായിരിക്കല്ലേ, പൊളിയായിരിക്കല്ലേ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നമ്മുടെ നാട്ടിലെ മൂന്നാറിലോ അങ്ങനെ എവിടെയെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ. ഇവിടെ റോഡില് ഇത് കണ്ടോ, കല്ലില് സിംഹത്തിനെ കൊത്തിവെച്ചിരിക്കുന്നത്. അടിപൊളിയല്ലേ. ഈ സാധനങ്ങളെല്ലാം കയ്യിനെ കൊണ്ട് തുന്നിയിട്ട് വെക്കുന്നോ? കയ്യിനെ കൊണ്ട് തുന്നിയിട്ട് വെക്കുന്നല്ലോ അവര്. അടിപൊളി സെറ്റപ്പ് തന്നെ. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആട്ടോ, ഇവര് കയ്യിനെ കൊണ്ട് തുന്നി ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇതൊക്കെ. നമ്മളിപ്പോൾ മാൾ റോഡിൽ വന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് ബോർഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ നമുക്ക് വീട്ടിലെ പേരെഴുതുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവർ നല്ല ഭംഗിയിലെ മരത്തിന്റെ ഡിസൈനിൽ ഇവർ നമുക്ക് എഴുതി തരുവാണെന്നുണ്ടെങ്കിൽ നിസാറ് പൈസ ഉള്ളൂ. ഒരു ബോർഡിനൊക്കെ 250 ഉറുപ്പിയുള്ളൂ. ഒരു ആൽഫബറ്റിന് 20 ഉറുപ്പിക വെച്ചിട്ടാണ് ഇവർ ചാർജ് ഈടാക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1000 ഉറുപ്പിന് കൊടുക്കേണ്ടി വരും. അടിപൊളി സെറ്റപ്പാണ് സംഭവം. നല്ല ഡിസൈൻസ് ആണ് കേട്ടോ, ഓരോന്ന് വെറൈറ്റി. കീ ചെയിൻസ് നമ്മുടെ കാശ്മീരിൽ കണ്ട അതേപോലത്തെ ഡിസൈൻസ് അല്ലേ കീ ചെയിൻസ് സംഭവങ്ങളൊക്കെ. ഇവിടെ മസൂരിന്റെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. കടയിൽ നിന്ന് നമ്മൾ ബോർഡ് എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. ഇവർ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇവർ നമുക്ക് പേര് എഴുതി തരും. ഇത് കണ്ടോ എത്ര ഭംഗിയായിട്ട് ഇവർ പേര് എഴുതി തരുന്നൊക്കെ, കംപ്ലീറ്റ് പോളിഷൊക്കെ അടിച്ചിട്ട് കണ്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, തോക്കുകളുടെ കളക്ഷൻ. ഇത് വെച്ചിട്ട് നമ്മൾ അവിടെ ഉന്നേ ഉള്ളത് നമ്മൾ പൊട്ടിക്കണം. അവർ ഇതിൻ്റെ അകത്ത് ഇപ്പം മറ്റേ സംഭവങ്ങൾ നിറയ്ക്കും. 50 को 8 राउंड देगा. 8 राउंड. नहीं ले चलो. हाँ बट अभी मेरा एक्टिव नहीं हुआ है. ये दिखना वो पैसा 50. ഈ സാധനം ഇപ്പൊ 8 എണ്ണത്തിന് 50 ഉറുപ്പിക അല്ലേ? കുഴപ്പമില്ല.
മൈസൂരിൽ വരുന്നവർ മാൾ റോഡിൽ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് ഇങ്ങനെ രാത്രി ഇങ്ങനെ നൈറ്റ് വാക്കിംഗ് ഒക്കെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മുടെ ഫുഡ് അടിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പോൾ രാത്രിത്തെ വ്യൂ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് എന്നുള്ളത്. രാത്രി നല്ല വ്യൂ ആണ്. നമ്മൾ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ്. ക്യാമറയിലെ കൂടി നമുക്ക് ഈ മൊബൈലിൽ കൂടി പകർത്തിയെടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നേരിട്ടാണ് നല്ല രസമുണ്ട് രാത്രിത്തെ വ്യൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ രാവിലെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കറങ്ങാൻ ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ദിവസം പുതിയ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് വരാം. സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു. अब नीचे हल्का हल्का पुश करके हल्का हल्का जंप लीजिए सर.